ഹലോ ഗായ്സ്, വെൽക്കം ടു അൻഡാദാസ് ബ്ലോഗ്. സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബീഹാറിലുള്ള വെറൈറ്റി അച്ചാറുകൾ അതാട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയിരുന്നല്ലോ, അപ്പോൾ അച്ചാർ കൊണ്ടുവന്നിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും അച്ചാർ. എന്താ പറയുക, ഇവിടെ കേരളത്തിൽ ഞങ്ങളെ നാട്ടിലത്തെ അച്ചാർ, ബീഹാറത്തെ അച്ചാർ കിട്ടില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഉണ്ടാക്കി വെക്കും ഞങ്ങൾക്കും കൂടി. എപ്പോഴാണോ പോവുക അപ്പോൾ കൊണ്ടുവരും. മീൻസ് ഈ ഞങ്ങളെ ബീഹാറിലുള്ള ഉണ്ടാക്കുന്ന അച്ചാറില്ലേ, അത് സംഭവം വേഗം കേടാവില്ല. 5, 6, 7 വർഷമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അച്ചാർ വേഗം കേടാവില്ല. നമുക്ക് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ കേടാവില്ല കേട്ടോ വേഗം. അത്രയ്ക്കും സൂക്ഷിച്ചിട്ടാണ് ഓരുണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞങ്ങൾക്ക് അച്ചാറൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ട്. ഇതാട്ടോ, ഇത് ഇല്ലേ മാങ്ങ അച്ചാറാണ്. ഇത് അമ്മ ഇവിടെ ഉണ്ടാക്കിയതായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ മാങ്ങ ഉണ്ടായപ്പോൾ അമ്മ ഉണ്ടാക്കിയതായിരുന്നേ. ഇത് ഈ മാങ്ങേൻ്റെ അച്ചാർ തന്നെയാണ്, പക്ഷേ ഇതാ നല്ല വലുപ്പത്തിൽ കട്ടാക്കി വെച്ചാണ്ടോ. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി കേട്ടോ, വലുപ്പത്തിൽ. ഞാനൊക്കെ ഇതൊന്ന് ഫുള്ളും കഴിക്കും. പിന്നെ ഇതില്ലേ ചക്കേൻ്റെ അച്ചാറാണേ കേട്ടോ. അതമ്മ ഇവിടെ ഉണ്ടാക്കിയതാ. പിന്നെ ഇത് മാങ്ങേൻ്റെ അച്ചാറാണ്. സംഭവം ചെറിയ ചെറിയ പീസ് കട്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ഇത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതും മാങ്ങ കേട്ടോ. ഇതും സെയിമാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കണ്ടോ. നല്ല മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള അച്ചാർ കണ്ടാൽ തന്നെ കൊതിയാവും. ഇതെന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതില്ലേ നാരങ്ങയാണേ. ഇതിൻ്റെ കുറച്ച് മീൻസ് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അച്ചാർ എന്ന് വെച്ചാൽ ഇതൊരു മെഡിസിൻ കൂടിയാണ് കേട്ടോ. ഇതില്ലേ അങ്ങനെ ഇതെന്താണ് സംഭവം? ഇത് നമ്മളില്ലേ ഒരു ഒരയുള്ള സ്ഥലത്ത് നാരങ്ങ ഒരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളിത് ഉപ്പിൽ മാത്രം ഇട്ട് വെക്കും. എന്നിട്ട് ഇതിപ്പോൾ എത്ര പഴയ അച്ചാർ അറിയോ? ഇത് ഒരു 5 or 6 വർഷമായി ഉണ്ടാവും കേട്ടോ. അതിനെക്കാട്ടി ഏറുണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് പഴക്കമുള്ള അച്ചാറത്. ഇത് ഞമ്മക്കില്ലേ ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിച്ച് വിചാരിച്ചോളി, അപ്പോൾ വയറ് വേദനിക്കില്ലേ, പിന്നെ നമുക്ക് ഗ്യാസ് ആയാൽ അതിലൊക്കെ നമ്മൾ ഈ അച്ചാർ കഴിച്ചാൽ വേഗം മാറും. ഇത് കുറച്ച് കഴിക്കുക, പിന്നെ ചൂടുവെള്ളം കുടിക്കുക അച്ചാർ കഴിച്ചതിൻ്റെ ശേഷം. എന്നിട്ട് അപ്പോൾ ഇത് മാറട്ടോ. അമ്മ പറയാം ഇത് ലോക്ക്ഡൗൺ ആയപ്പോൾ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വർഷമായി അച്ചാറിന്. അപ്പോൾ ഇതെന്തായാലും ഇപ്പോഴാണ് ശരിക്കും ഒരു മെഡിസിൻ ആയത് കേട്ടോ. എന്താ നല്ല തേൻ, എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ. ഇത് എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഇതിലെന്താ പറയുക, ഉപ്പ് നല്ല ഉണ്ടാവും കേട്ടോ. സംഭവം ഇതിൽ ഉപ്പിൽ മാത്രം ഇട്ട് വെക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ എന്ന് വെച്ചാൽ അമ്മ ഇവിടെ അങ്ങനെ അച്ചാർ ഉണ്ടാക്കില്ല. എന്താ പറയുക, ഞങ്ങളെ അതെന്താ അറിയോ സംഭവം, അവിടുത്തെ മസാല ഇല്ലേ, ബീഹാറിലുള്ള മസാല നമ്മളെ കേരളത്തിൽ കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ്. മീൻസ് ഇതിൽ കടുക് കിട്ടും, പക്ഷെ അവിടുത്തെ കടുക് വേറെയാണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ ദിവസം. ആ കടുക് പിന്നെ വേറെ ഉള്ള മസാലകൾ അതൊന്നും ഇവിടെ കിട്ടൂല. അതാണ്. അതുകൊണ്ട് അമ്മ ഇവിടെ അങ്ങനെ ഉണ്ടാക്കില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ പറഞ്ഞേക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അച്ചാർ എങ്ങനെ ഉണ്ട് നമ്മൾ കണ്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ തന്നെ പോകണം. ഇതില്ലേ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല അത്ര. നമ്മൾ സംഭവം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ അച്ചാറും ഓൺലൈനിൽ വാങ്ങിയ അച്ചാറും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കിയില്ലെന്നോ നാരങ്ങ അച്ചാർ, അത് ഫ്ലോപ്പായിട്ടോ, നന്നായിട്ട് കേടായി, അത് വലിച്ചെറിഞ്ഞ്. എന്തായാലും അടുത്ത ട്രൈ ചെയ്യാം. നമ്മളെ പറയല്ലോ സംഭവം ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കണം, സക്സസ് ആയില്ലെങ്കിലും. അപ്പം ഇനി പിന്നെ ട്രൈ ചെയ്ത് നോക്കാം വേറെ ദിവസം എന്തായാലും കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുതേ കേട്ടോ. അപ്പം ബൈ ബൈ.